എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പച്ചമാങ്ങ വെച്ചിട്ടുള്ളൊരു മാങ്ങ പെരട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വിഷുവൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ പച്ചമാങ്ങ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം ആണെങ്കിൽ പച്ചമാങ്ങേൻ്റെ ഒക്കെ സീസൺ ആണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു 4 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 600 ഗ്രാം അത്രയാണ് കേട്ടോ അത് വരുന്നുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെയിലത്ത് വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ വെയിലത്ത് വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വലിച്ചെടുത്തതാണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടത്തിൽ തന്നെ കുറച്ച് കല്ലുപ്പും കൂടെ ആ വെയിലത്തൊന്ന് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ ഒരു കടായി എടുത്തിട്ട് നമുക്കിത് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല എള്ളെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കടുകെണ്ണയ്ക്കാണെങ്കിൽ സ്പെഷ്യൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും കൂടെ വരും. അപ്പോൾ ഏതാണോ ഉള്ളത് വെളിച്ചെണ്ണ എടുക്കണ്ട, നമ്മളൊന്നെങ്കിൽ എള്ളെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ എടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വറ്റൽമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എരിവൊക്കെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ സെയിം പാനിനകത്ത് തന്നെ എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇതും കൂടെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ നല്ലതുപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പൊട്ടി വരും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇതെല്ലാം ആ ഒരു പൊട്ടുന്ന ഒരു ഏകദേശം ഒരു 3/4 ഭാഗം ആകുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം എല്ലാം ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ആ കടുകും ഇതെല്ലാം പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ കൂടിയിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് ഒന്ന് പൊടിഞ്ഞു വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് നല്ലതുപോലെ വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ജാർ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുളകും അതേപോലെ തന്നെ നമ്മൾ ഇപ്പം വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നമ്മുടെ ഉലുവയും കടുകും ജീരകവും പെരുംജീരകമാണ് അതും ആ ഒരു കറിവേപ്പിലയും പിന്നെ നമ്മൾ ആ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അത് നമ്മൾ മാങ്ങയ്ക്കനുസരിച്ച് നമുക്ക് അതും കൂടെ നമുക്ക് ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ ചേർക്കുന്നത്, നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ കുറച്ച് ഉപ്പിട്ടൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. കാരണം അച്ചാറിന് എപ്പോഴും ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫൈനായിട്ടല്ല നമ്മൾ കുറച്ചൊന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു മസാലയായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മളിതാ ആ വെയിലത്തൊക്കെ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഇതുപോലെ ഒന്ന് വാടിയ രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് ആ ഒരു മസാലകൾ മുഴുവനായിട്ട് നമുക്കിതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ പിരിയൻ മുളക് പൊടി അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അത് ഇനി നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു മുളക് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചുമന്ന മുളക് വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു പിരിയൻ മുളകും കൂടി ഇട്ട് വറുത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ പൊടിച്ചെടുത്താലും മതി. അതല്ല പിരിയൻ മുളകിൻ്റെ മുളകായിട്ടില്ലാത്തവരാണെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 കപ്പോളം നമ്മുടെ ആ ഒരു എള്ളെണ്ണ ഉണ്ടല്ലോ, അത് ഒന്നും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ആ ഒരു ചൂടിൽ ആ ഒരു മസാലേൻ്റെ ഒരു പച്ചച്ചൊവയൊക്കെ മാറിക്കോളും. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കായം കൂടെ, അച്ചാറിനൊക്കെ എന്തായാലും നമുക്ക് കുറച്ച് കായത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവറാണല്ലോ നമുക്ക് കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത് അച്ചാറിൻ്റെത്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എന്താ പറയുക, നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ കുറച്ച് ശർക്കരേൻ്റെ പൊടിയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുളി ഇല്ലാത്തൊക്കെ മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് എണ്ണ കുറച്ചും കൂടെ മുകളിൽ ഇങ്ങനെ നമ്മൾ ബോട്ടിലാക്കുന്ന സമയത്ത് മുകളിൽ എണ്ണ തെളിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ വെക്കാനുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇപ്പം ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല. ഇത് കറക്റ്റ് നമുക്ക് കുപ്പിയിൽ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു എണ്ണ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ എല്ലാം കൂടെ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം പ്രത്യേകിച്ചൊരു ഫ്ലേവർ വരില്ല. എന്നാലും ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ഫ്ലേവർ വരുന്നത്.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മാങ്ങാ പെരട്ടിൻ്റെ റെസിപ്പി. എന്തായാലും ഈ പച്ചമാങ്ങയുടെ ഒക്കെ സീസണാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. വിഷുവിന് ഒരു സ്പെഷ്യൽ ആയിട്ടായിട്ട് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.